അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്രാപ്പ് വാല്യൂ, ആക്രി വിലയെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഫിക്സഡ് അസറ്റ് വിക്കം വാല്യൂലെസ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു സമയം കഴിയുമ്പോൾ ആ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ കുറവ് സംഭവിക്കും. ദ എസ്റ്റിമേറ്റ് റിയലൈസബിൾ വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ഓഫ് അസറ്റ് ഈസ് നോൺ ആസ് സ്ക്രാപ്പ് വാല്യൂ. അങ്ങനെ ആ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വിൽക്കുമ്പോൾ നമുക്കൊരു പൈസ കിട്ടും. ആ പൈസയെ വിളിക്കുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ആക്രി വില. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്കപ്പ് വാല്യൂ ഓർ സാൽവേജ് വാല്യൂ ഓർ റെസിഡ്യുവൽ വാല്യൂ. ഉറപ്പായിട്ടും എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ് എന്താണ് സ്ക്രാപ്പ് വാല്യൂ. ഈ സ്ക്രാപ്പ് വാല്യൂ അറിയാതെ നമുക്ക് ഈ ഭാഗത്തു നിന്നും ഒരു പ്രോബ്ലം പോലും ചെയ്യുവാൻ പറ്റില്ല. നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം ആരംഭിക്കുന്നത് ഈ ഒരു വാല്യൂവിൽ നിന്നുമാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഫിക്സഡ് അസറ്റ് വിക്കം വാല്യൂലെസ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ദ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ഓഫ് അസറ്റ് നോട്ട് ആസ് സ്ക്രാപ്പ് വാല്യൂ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്കപ്പ് വാല്യൂ ഓർ സാൽവേജ് വാല്യൂ ഓർ റെസിഡ്യുവൽ വാല്യൂ. അതായത് നമ്മുടെ ചോദ്യത്തിൽ ഒന്നെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് വരും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് വാല്യൂ എന്ന് വരും, അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ തരും, അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ വരും. പല ചോദ്യങ്ങളിലും പലതാണ് തരുന്നത്. അതുകൊണ്ട് ഈ 4 പേരുകളും നല്ലതുപോലെ ഓർമ്മിച്ച് വെക്കണം. ഒന്നും കൂടെ പറയുന്നു. സ്ക്രാപ്പ് വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, റെസിഡ്യുവൽ വാല്യൂ. ഇങ്ങനെ 4 പേരുകളാണ് സ്ക്രാപ്പ് വാല്യൂവിനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പോകുന്നു. മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. ഉറപ്പായിട്ടും ഒരു 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള പ്രോബ്ലം. നമുക്ക് പ്രധാനമായും 2 മെത്തേഡുകളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുവാനുള്ളത് മക്കളെ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, അതല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. നിങ്ങൾ എല്ലാ പേരുകളും കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പല ചോദ്യങ്ങളിൽ പല പേരുകളാണ് വരുന്നത്. അതുകൊണ്ട് പഠിച്ചു വെക്കുക. എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് നമുക്ക് നോക്കാം മക്കളെ. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. Under this method, the amount of depreciation charged during the life of the asset is same. അതായത് ഈ മെത്തേഡിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ വർഷം ലഭിക്കുന്ന ഡിപ്രിസിയേഷൻ ഏതോ അതായിരിക്കും തുടർച്ചയായിട്ടുള്ള എല്ലാ വർഷങ്ങളിലും. ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് മക്കളെ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഡിപ്രിസിയേഷൻ എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ദ ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്. അതായത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കപ്പെടുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് മക്കളെ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ടൈം ഇൻ ഇയേഴ്സ്. കോസ്റ്റ് ഓഫ് അസറ്റാണ് നമ്മൾ ആദ്യം പഠിച്ചത്. എന്താണ്? പർച്ചേസ് പ്രൈസും അതോടൊപ്പം തന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജും ഇൻസ്റ്റലേഷൻ ചാർജും കൂടെ കൂടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടുന്നത്. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ ആക്രി വില. സ്ക്രാപ്പ് വാല്യൂ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മക്കളെ സാൽവേജ് വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ, റെസിഡ്യുവൽ വാല്യൂ ആൻഡ് ഡിവൈഡഡ് ബൈ ലൈഫ് ടൈം ഇൻ ഇയേഴ്സ്. എത്ര വർഷം ഉപയോഗിച്ചോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ആനുവൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ടൈം ഇൻ ഇയേഴ്സ്. ഇതാണ് മക്കളെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അതായത് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. Under this method, the depreciation is calculated on the reduce the balance of asset. അതായത് ആദ്യം പറഞ്ഞ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ മെത്തേഡിൽ ഓരോ വർഷത്തെ ഡിപ്രിസിയേഷനും ചേഞ്ച് സംഭവിച്ചു കൊണ്ടേയിരിക്കും. സോ ദ ഡിപ്രിസിയേഷൻ ചാർജ്ഡ് എവരി ഇയർ ഗോസ് ഓൺ ഡിക്രീസിങ്. കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും മക്കളെ ഓരോ വർഷം കഴിയും തോറും. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡിനെ വിളിക്കാം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺ മെത്തേഡ്. ഓക്കെ,
ഇനി ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആൻഡ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലെ ഒന്നാമത്തെ ഡിഫറൻസ്, ദി എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് സെയിം ഇൻ എവരി ഇയർ. എല്ലാ വർഷവും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിമിനിഷിങ്ങിൽ വരുന്നത്. ദി എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഗോസ് ഓൺ റെഡ്യൂസിങ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം കഴിയുമ്പോഴും ഡിപ്രിസിയേഷൻ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഡിഫറൻസ് ആണ് ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്. അതായത് മക്കളെ, ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത്? ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റർ ഓൺ ദി റെഡ്യൂസ്ഡ് ബാലൻസ് ഓഫ് അസറ്റ്. അതായത് ഓരോ വർഷവും ഇതിൻ്റെ ബാലൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ്, ദി വാല്യൂ ഓഫ് അസറ്റ് ക്യാൻ ബി റിട്ടേൺ ഡൗൺ ടു സീറോ. എന്തായിട്ട് മാറും മക്കളെ? നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അവസാനത്തെ വാല്യൂ സീറോ ആയിട്ട് വരും. അതായത് രണ്ട് സൈഡും ടാലി ആയിട്ട് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ മാറും. എന്നാൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ ദ വാല്യൂ ഓഫ് അസറ്റ് കനോട്ട് ബി റിട്ടേൺ ഡൗൺ ടു സീറോ. അവിടെ ഒരിക്കലും സീറോ ആയിട്ടൊരു ബാലൻസ് അവസാനിക്കുകയില്ല. ഓക്കെ, അടുത്ത നാലാമത്തെ ഡിഫറൻസ് നമുക്ക് നോക്കാം മക്കളെ. ദ ടോട്ടൽ ചാർജ് ഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയർസ് വിൽ ബി ലെസ്സർ ഇൻ ഇനിഷ്യൽ ഇയർ ബട്ട് ഗോസ് ഓൺ ഇൻക്രീസിങ് ഇൻ ലേറ്റർ ഇയേഴ്സ്. അതായത് ദ ടോട്ടൽ ചാർജ് ഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയർസ് വിൽ ബി ലെസ്സർ ഇൻ ഇനിഷ്യൽ ഇയേഴ്സ്. പക്ഷേ അതായത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യ സമയത്ത് കുറഞ്ഞു വരും, പിന്നീട് എന്ത് വരും? കൂടിയും വരാറുണ്ട്. എന്നാൽ ഡിമിനിഷിങ് ദ ടോട്ടൽ ചാർജ് ഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയർസ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ. എന്നാൽ ഡിമിനിഷിങ്ങിൽ എല്ലാം ഇപ്പോഴും ഈക്വലായിട്ട് തന്നെ ആയിരിക്കും ഡിപ്രിസിയേഷനും റിപ്പയർസും നിൽക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് പഠിക്കുന്നു. ദിസ് മെത്തേഡ് is useful for asset of ലെസ്സർ വാല്യൂ ലൈക്ക് ഫർണിച്ചർ പേറ്റൻറ്റ്. അതായത് വാല്യൂ എപ്പോഴും കുറഞ്ഞതായിട്ട് കാണിക്കുവാൻ ഫർണിച്ചറിനും പേറ്റൻറ്റിനും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് സ്വാധീനിക്കും. പക്ഷേ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ ഈ വാല്യൂ എന്തായിരിക്കും മക്കളെ? മോർ വാല്യൂ ആയിട്ട് കാണിക്കുവാനും സഹായിക്കും ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട രണ്ട് മെത്തേഡുകൾ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡുമാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മക്കളെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ടൈം ഇൻ ഇയേഴ്സ്. നമ്മൾ ഈ ഇക്വേഷൻ വൃത്തിക്ക് കാണാതെ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ മുമ്പോട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ആ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ഈ വോയിസും നല്ല വൃത്തിക്ക് നിങ്ങൾ കേൾക്കണം.